ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കോടതിയിൽ ആ കേസൊക്കെ ജയിച്ച് വീട്ടിൽ വരുമ്പോൾ വീട്ടിലെ ശത്രുക്കൾ ഒരു യുദ്ധത്തിന് ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. എല്ലാവരും കരുണയായാലും നമ്മുടെ ദുർഗാമ്മയായാലും ഉണ്ണിയായാലും എല്ലാവരും ചോദ്യങ്ങളുടെ മുൾമുനയിൽ നിർത്തുകയാണ് നമ്മുടെ കണ്ണനെയും മഹാലക്ഷ്മിയും. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മിയും നമ്മുടെ കണ്ണനും പറയുന്നുണ്ട്, അമ്മയോട് നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ ആങ്ങളയ്ക്കും ഇവളുടെ അച്ഛനും അടി കിട്ടിയതിലാണോ നിങ്ങൾക്ക് സങ്കടം? ഞാനും എൻ്റെ അമ്മയ്ക്കും അച്ഛനൊപ്പം പോയിരുന്നെങ്കിൽ അതല്ലേ നിങ്ങളിപ്പോഴും ആലോചിക്കുന്നത്? നിങ്ങൾക്ക് അതായിരുന്നില്ലേ സന്തോഷം? നിങ്ങൾ അതിനു വേണ്ടിയല്ലേ എപ്പോഴും പ്രയത്നിക്കുന്നതും? അതിനുവേണ്ടി ഗുണ്ടകളെ അയച്ചത് അവരാണെന്ന് അറിഞ്ഞിട്ട് അവർക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണത്. അവർക്ക് അങ്ങനെ ഒരു ശിക്ഷ അത് വേണ്ടത് തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണൻ നമ്മുടെ ദുർഗാമ്മയ്ക്ക് മുന്നിലിരുന്ന് വാദിക്കുകയാട്ടോ. അല്ലേ, അത് ഏറ്റവും അവസാനം നമ്മുടെ എന്താ പറയാ, നമ്മുടെ മഞ്ജുവും വരുന്നുണ്ട് ആ വീട്ടിലേക്ക് കേട്ടോ. എന്നിട്ട് മഞ്ജുവും പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ യുദ്ധം ചെയ്യാൻ ഇങ്ങനെ പുറപ്പെടുവിച്ചിരിക്കുകയാണല്ലേ, നീ അന്ന് മാർക്കോയ്ക്കൊപ്പം രാത്രി ഇറങ്ങിപ്പോയതായിരിക്കില്ലേ എന്ന് ഞങ്ങൾക്ക് സംശയിക്കേണ്ടതില്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ മഞ്ജു കുറെ ഡയലോഗ് അടിക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അങ്ങനത്തെ സ്വഭാവം ഉള്ളത് നിന്റെ ഭർത്താവിനാടി എന്നും പറഞ്ഞിട്ട് മഹാലക്ഷ്മി ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മേഘനാഥൻ ഒരു പെണ്ണുമായിട്ട് നിൽക്കുന്നത്. മിക്കവാറും കൊച്ചുള്ള പെണ്ണ് തന്നെ ആയിരിക്കും അല്ലേ. അപ്പത്തേക്കും നമ്മുടെ മഞ്ജു എല്ലാ സത്യങ്ങളും അറിയുന്നൊരു നിമിഷങ്ങളാണ് കൂട്ടുകാരെ വരാൻ പോകുന്നത്. ഇനി ഒരു കുഞ്ഞുണ്ടെന്നും കൂടി അറിഞ്ഞാൽ പിന്നെ തീർന്നു നമ്മുടെ മഞ്ജു അല്ലെ. സകല അഹങ്കാരങ്ങളും ഇങ്ങനെ ഒഴുകിപ്പൊക്കോളും അല്ലെ കൂട്ടുകാരെ. എന്തായാലും ഒരു കിടിലൻ രംഗങ്ങൾ തന്നെയാട്ടോ വരാൻ പോകുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.